നമുക്ക് ഈ ചെടി ഒന്ന് റിപ്പോർട്ട് ചെയ്ത് വെച്ചാലോ? ഇതാകെ മോശമായി വരും കേട്ടോ. പാവം, അതിന് സ്ഥലമില്ല. മാക്സിമം അത് വളർന്നു കേട്ടോ. പുതിയ അതിന് സ്ഥലമില്ല. അപ്പം പുതിയൊരു വലിയ ചട്ടിയിലേക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം കേട്ടോ. ചട്ടി പുതിയത് വാങ്ങാമെന്ന് സേതുട്ടൻ പറഞ്ഞു കേട്ടോ. പക്ഷെ ഞാൻ നോക്കുമ്പോൾ ഒരു ചെടി ഇങ്ങനെ ഉണങ്ങിയിരിക്കണ്ടായിരുന്നു. നമുക്ക് ഇതിൽ തന്നെ നടാം. ഇത് വലിയ ചട്ടിയുമാണ്. പിന്നെ കുറേ ആയിട്ട് ഇതിൽ നടാമെന്ന് പറഞ്ഞാൽ അതങ്ങനെ മണ്ണൊക്കെ ഉറച്ചു. അപ്പം സേതുട്ടൻ ഇങ്ങനെ കിളച്ച് മറിച്ചെടുക്കുകയാണ് കേട്ടോ. സേതുട്ടന് ഇഷ്ടമാണ് ഇങ്ങനെ ചെടിയൊക്കെ നടാനും അങ്ങനെയൊക്കെ. മിക്ക ചെടിയും സേതുട്ടനാണ് കേട്ടോ നട്ട് തരാറ്. ഞാനതിനെ വെള്ളമൊക്കെ ഒഴിച്ച് അങ്ങനെ പരിപാലിക്കുന്നുള്ളൂ കേട്ടോ. അപ്പം അതേ നന്നായിട്ട് കിളച്ച് ഭയങ്കര ശക്തിയിൽ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല മണ്ണാണ്, വളമൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. സാമിയ എന്നാണ് കേട്ടോ ഈ ചെടിയുടെ പേര്. വീട്ടിൽ നിന്ന് കൊണ്ട് ആകെ ഒറ്റൊരു ഉണ്ടായുള്ളൂ കേട്ടോ. ഇത്രയായി വളർന്ന്. പിന്നെ നമുക്ക് പുറത്തിരിക്കണം. 5 മണിയായി വൈകുന്നേരം. നല്ല കൊതുകുണ്ട്. ഒഡോമോസ് തേച്ചില്ലെങ്കിൽ നമ്മളെ കൊതുക് എടുത്തുണ്ടോ, അത്രയും കൊതുകാണ് കേട്ടോ. അപ്പം അതേ വാ മക്കളെ, നമുക്ക് വേറൊരു സ്ഥലത്തേക്ക് പോകാമെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് വരികയാണ് കേട്ടോ. അപ്പോൾ ഒരു പറിച്ച് നടല് അല്ലേ. ഇനി അത് പുതിയൊരു ഇതിലായി ഇങ്ങനെ പൊരുത്തപ്പെട്ട് പോരണം. അപ്പോൾ അതേ നമ്മൾ ഇതിലോട്ട് നടാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമുക്ക് ഇത് ഇളക്കി എടുക്കണം. അയ്യോ, സേതുവിനെ കൊട്ടിയെടുക്കാൻ നോക്കിയിട്ട് വന്നില്ല കേട്ടോ. കാരണം എനിക്ക് തോന്നുന്നു ഒത്തിരി വേര് പിടിച്ചിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ അയ്യോ സേതുട്ട ചെടി കേടാവോ, ഒടിഞ്ഞോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം പിന്നെ അത് പൊട്ടും പോരുന്നില്ല. അപ്പം സേതുട്ടൻ പറഞ്ഞ് നമുക്ക് പയ്യപ്പം ഈ സൈഡ് അങ്ങോട്ട് തട്ടി ചട്ടി അങ്ങോട്ട് പൊട്ടിച്ചെടുക്കാന്ന് പറഞ്ഞാൽ കണ്ടോ, വേര് ഇഷ്ടം പോലെ വന്നിട്ടുണ്ട് കേട്ടോ. ഈ ചെടീനെ കുറേ ആയിട്ട് മഴക്കാലം വന്നതോടെ ഒരു വലിയ മൈൻഡൊന്നും ചെയ്യണമെന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും ഞാൻ വെള്ളമൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചു കൊടുക്കും. നല്ല വെള്ളമൊന്നും വേണ്ടല്ലോ. ഇത് ശരിക്കും നമുക്ക് ഇൻഡോറാണ് കേട്ടോ വെക്കേണ്ട ചെടി. ഞാൻ പുറത്ത് വെച്ചിട്ടുണ്ടെന്നുള്ളൂ. അപ്പോൾ അതേ സേതുട്ടൻ കുറേ നേരം കൊട്ടി പാവോട്ടോ. കുറേ സമയമായി കൊട്ടി വന്നേയില്ല. സൂക്ഷിച്ചെടുക്കാൻ വേണമല്ലോ. അപ്പം അതേ സേതുട്ടൻ കുറേ ഞാൻ സേതുട്ടൻ ഇനി കിട്ടണില്ലേന്ന് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വരാറായി എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ കുറേ കൊട്ടി അങ്ങനെ നിന്നു. പിന്നെ സേതുട്ടൻ പറഞ്ഞു ഇനി ഇരുന്നിട്ട് കാര്യമില്ല, ഒന്ന് നിന്നിട്ടൊന്ന് കൊട്ടി നോക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതേ രണ്ടും കൽപ്പിച്ച് എണീറ്റ് വന്നു കേട്ടോ സേതുട്ടൻ. ഞാൻ അത് കൊട്ടി അങ്ങോട്ട് എടുക്കുകയാണ്. ചട്ടി കുറേയൊക്കെ പൊട്ടി. അപ്പം ഞാനങ്ങനെ വെയിറ്റ് ചെയ്ത് നോക്കിയിരിക്കുകയാണ് കേട്ടോ ഇതിങ്ങനെ വരാൻ വേണ്ടിയിട്ട്. ലച്ചു ആണെങ്കിൽ ട്യൂഷന് പോയേക്കാണ്. അപ്പം ചേച്ചുവിനെ വിളിക്കാൻ പോകണം മുന്നേ നമുക്കിതൊക്കെ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവണം. അല്ലെങ്കിൽ പിന്നെ സന്ധ്യ ആയി കഴിഞ്ഞാൽ പിന്നെയും കൊതുക് കൂടും. അപ്പം ഇതേ നല്ലോണം നമുക്ക് വേരിയുണ്ടാവും. വേരിങ്ങനെ പൊതിഞ്ഞ് നിൽക്കുക അല്ലേ. അപ്പം നമ്മൾ ഈ ചട്ടിയിലേക്ക് മാറ്റാൻ പോവുകയാണ് കേട്ടോ. അപ്പം ഞാൻ ചെയ്തുകൊണ്ടോട് ചോദിക്കുന്നുണ്ട്, മണ്ണ് ഇത് മതിയാവോ? മണ്ണ് കുറച്ചും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കേണ്ടി വരും കേട്ടോ. അപ്പം പിന്നെ എന്താ പറയുക, പിന്നെ ഇത് ലീഫിലൊക്കെ പൊടിയെന്ന് പറഞ്ഞാൽ നിറച്ച് പോയി. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ ലീഫൊക്കെ നമ്മളിങ്ങനെ തുടച്ചു കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് നല്ല ഭംഗിക്ക് ആയി വരികയുമുള്ളൂ. പുതിയതൊക്കെ തളിർത്ത് വരികയുമുള്ളൂ കേട്ടോ. അപ്പോൾ അതേ ചെയ്തിട്ട് അത് എടുത്തുകൊണ്ട് ബാക്കിലേക്ക് വരികയാണ്. അവിടെ ബാക്കിൽ നല്ല മണ്ണുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളതിങ്ങനെ സൈഡൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഞാൻ അങ്ങോട്ട് എടുത്തിട്ടുണ്ട് മണ്ണ് നമുക്കൊരു കുഞ്ഞ് പാത്രത്തിൽ എടുത്തുകൊണ്ട് പോവാം. ഒരു ചട്ടിയിൽ അങ്ങനെ പറയുമ്പോൾ ചെയ്തിട്ട് എന്തേ അതൊക്കെ ചുമന്നുകൊണ്ട് ഇങ്ങോട്ട് വന്നേക്കണം കേട്ടോ. അത്യാവശ്യം നല്ല വെയിറ്റും ഉണ്ടായിരുന്നു കേട്ടോ ചട്ടിക്ക്. അപ്പോൾ അത് സേതുട്ടൻ്റെ പണി ഏകദേശം കഴിഞ്ഞു. അടുത്തത് എൻ്റെ ഡ്യൂട്ടിയാണ്. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ സേതുട്ടൻ പറഞ്ഞ് കുത്തി ഒഴിക്കല്ലേട്ടാ, കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുമെന്ന് പറയുകയാണ്. അപ്പോൾ പിന്നെ വേറൊരു ദിവസം ഇന്ന് ചെയ്യില്ല. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞാൽ എനിക്ക് ലച്ചനെ വിളിക്കാൻ പോകണം. വേറൊരു ദിവസം നമുക്ക് ഇതിൻ്റെ ലീഫൊക്കെ തുടച്ച് നല്ല സുന്ദരിയാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളിത് സേതുട്ടൻ പറയേണ്ടത് ചട്ടിയിലിൻ്റെ അടിയിലൊക്കെ നിറച്ച് മണ്ണുമായി ബാക്കിലൊക്കെ കൊണ്ടുപോയി വെക്കുകയും ചെയ്തല്ലോ. അപ്പോൾ വേറൊരു ദിവസം അത് തുടച്ച് വൃത്തിയാക്കി എടുക്കണം. അപ്പം അങ്ങനെ പുതിയ കൊമ്പുകളൊക്കെ വരട്ടെ. അപ്പോൾ അതേ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി വെച്ചു, സേഫാക്കി കൊണ്ടുപോയി വെച്ചു. എങ്ങനെയുണ്ട് നമ്മുടെ ചെടി? ഇനി ഇതിൽ കുറേ ഉണ്ടായി കഴിയുമ്പോൾ നമുക്ക് വേറെ പോട്ടിലേക്ക് മാറ്റാം. പിറ്റേ ദിവസം ലച്ചു എന്നെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു കേട്ടോ. പാവൻ്റെ ലച്ചു, അവൾ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളവും കൊടുത്തു, ഒരു തുണിയും കൊടുത്തു. അപ്പോൾ ബോറടിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കൊടുത്ത പണിയാണ് കേട്ടത്. ഇത് ചെയ്തുകൊണ്ടിരുന്നാൽ പിന്നെ കുറേ നേരം മിണ്ടൂലല്ലോ, അല്ലെങ്കിൽ അമ്മ എന്ന് പറഞ്ഞ് പുറകെ കിടക്കും. അങ്ങനെ എല്ലാം നല്ല നീറ്റാക്കി തന്നു.